ഒരു സ്ത്രീ തനിച്ചുള്ള സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആൺസുഹൃത്തോ ബന്ധുവോ വരുന്നതിൽ നാട്ടുകാർ ഇടപെടേണ്ട കാര്യമുണ്ടോ? അവരുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമമാണ് ഇവിടുത്തെ ചില സദാചാര പോലീസുകാർക്ക്. പിന്നെ നാട്ടുകൂട്ടം കൂടും, പരസ്യ വിചാരണ നടത്തും, ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കും. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി അജയൻ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്നു മരിച്ച സംഭവം ഒരു നാടിൻ്റെ പ്രാകൃത സംസ്കാരമാണ് തുറന്നുകാട്ടുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും കൊലയാളി സംഘങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അജയൻ്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഭാര്യ സീമ. കഴിഞ്ഞ ജൂൺ മാസം 24-നാണ് പയ്യന്നൂർ പെരളം സ്വദേശി അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. 27-ാം തീയതി ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്തു. നീലേശ്വരം ചിറപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ഭാര്യ സീമ പറയുന്നു. പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അജയനെ ചിലർ വീണ്ടും അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നും സീമ പറയുന്നു. ജനനേന്ദ്രിയം തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആടുന്ന് തിരിച്ചു വരുന്ന ഹസ്ബൻഡിനെ മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ചു എന്നാണ്. അതിന്റെ ഫലമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല വയറുവേദന ഉണ്ടായിന്. സംഭവം വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിട്ടില്ല. ഇന്നത് പറ്റിയെന്ന് പറഞ്ഞില്ല. നമ്മൾ വിചാരിച്ച് സാധാരണ മൂത്രക്കടച്ചൽ അങ്ങനെയൊന്നും ആയിരിക്കും വിചാരിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. 26-ാം തീയതി 24-ന് സംഭവം നടക്കുന്നത്. 25-ന് മേലും കൈ വേദന എന്നുള്ള പറഞ്ഞിട്ട് കടന്നു കുറേ സമയം. 26-ന് രാവിലെ നല്ലോണം വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ഡോക്ടറില്ല, സർജൻ ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിയതിന്. അന്നേരം എന്നോട് സംഭവമൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം 27-ാം തീയതി രാവിലെ നല്ല വയറുവേദന, മൂത്രം പോകാത്തൊരവസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ മരിച്ചുപോയി. മർദ്ദനമേറ്റ് വീട്ടിലെത്തിയ അജയൻ മൂത്ര തടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അജയനെ മർദ്ദിച്ചവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണെന്ന് ഭാര്യ സീമ ആരോപിക്കുന്നു. അവരൊരു CPM പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. അവര് വിളിച്ചവരും അവർ അത്തരത്തിലുള്ള ആൾക്കാരെന്ന് അറിയാൻ പറ്റിയത് അവരുടെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് കേസ് എങ്ങും എത്താത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ 23-24 ദിവസത്തെ 2-3 ദിവസത്തെ CCTV ചെറുപ്പുറം അർബൻ ക്ലിനിക്കിലെത്തിയും നീലേശ്വരം മാർക്കറ്റിലെയും CCTV പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ആടിയിലെ കടക്കാരൊക്കെ നമ്മളോട് നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അവർ സംഭവം കണ്ടവർ അവർക്കൊരു ഭീഷണി ഉണ്ടായിന്, സാക്ഷി പറയാൻ പാടില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ കച്ചവട സ്ഥാപനമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ ഇത് സാക്ഷി പറയാത്തതെന്നാണ് പറയുന്നവർ. അടിവയറ്റിലേറ്റ മാരകമായ മുറിവുകൾക്കൊപ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സംഭവം നടന്ന 3 മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 പയ്യന്നൂർ.